ഞാൻ നേരത്തെ കുറച്ച് ഈ വണ്ടികളുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞുതരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അത്രയധികം വണ്ടികളുണ്ട്, നമ്മുടെ ടൈം ഒരുപാട് പോകും, വലിയൊരു വീഡിയോ പോകും. അപ്പൊ അത് കാരണം ഒരു 16 മോഡല് ഇന്നോവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള വണ്ടി എടുക്കുന്നു കേട്ടോ. കേരള വണ്ടി എടുക്കുന്നു. ഈ വണ്ടിക്ക് 12,90,000 ഇതിന്റെ പ്രൈസ്. കേരള വണ്ടിയുടെ പ്രൈസ് ആണ് കേട്ടോ, അത് ആലോചിക്കണം. അതുപോലെ 12,25,000 NOCയിൽ 17-18 മോഡല് ക്രിസ്റ്റയുടെ പ്രൈസ് കേട്ടോ. ഞാൻ പ്രൈസ് മാത്രം പറഞ്ഞു പോകാം. 7 സീറ്റർ ആണ് വണ്ടി. അതുപോലെ ഇത് ഇതും MH വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. 1,70,70,000 കിലോമീറ്റർ, വെറും 14.5 ലക്ഷം ചോദിക്കണം കേട്ടോ. ഈ 14.5 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ടുള്ള പൈസ ആണ് കേട്ടോ. നമ്മുടെ വിളിച്ചോടെ അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊടകരയാണ്. മോട്ടോ ഹബ് എന്ന് പറഞ്ഞ വെയിലുണ്ട് കേട്ടോ. മോട്ടോ ഹബ് എന്ന് പറഞ്ഞ യൂസർ ഷോറൂമിലേക്കാണ് കേട്ടോ. അപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ. കൂടുതലും അതർ സ്റ്റേറ്റ് വണ്ടികളാണ്. നമുക്ക് ഇന്നോവകളുണ്ട്, ഇന്നോവ ക്രിസ്റ്റകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചെറിയ വണ്ടികളുണ്ട്. നമുക്കൊന്ന് വീഡിയോ വേഗം ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നല്ല പ്രൈസിലാണ്, നല്ല ഓഫർ പ്രൈസിലാണ് ഇവിടെ വണ്ടികൾ കൊടുക്കുന്നത്. കണ്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൊടകരയിൽ നിന്ന് ആളൂര് പോണ വഴിക്ക് മോട്ടോ ഹബ് എന്ന് പറഞ്ഞേക്കുന്ന യൂസർ കാർ ഷോറൂമാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റ ആണ്. ഇത് പ്രോപ്പർ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്, ഇന്നോവ ക്രിസ്റ്റ. ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരണേ. തിരക്കായാറുണ്ടാണ് ഇവിടെ. 12,90,000 2016 വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,50,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ കമ്പനി സർവീസ് ആണ് എഴുതിയേക്കണേ. കേരള വണ്ടി. ഇത് റേറ്റ് എഴുതിയേക്കുന്നത് 12,90,000 രൂപ കേട്ടോ. ഇതിന്റെ കൂടുതലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുക കേട്ടോ. വണ്ടിയുടെ ബാക്ക് കാണിച്ചു തരാം. ഇന്നോവ ക്രിസ്റ്റ 2016 വണ്ടി, കേരള വണ്ടി. കണ്ടോ, ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്, നീറ്റാണ്. വെറും 12,90,000 ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. അടുത്ത വണ്ടി പറയുന്നത് 2017-18 വണ്ടി. 17 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ വണ്ടിയുടെ. ഇത് MH വണ്ടിയാണ്. ടയറോളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇന്റീരിയർ കാണിച്ചു തരാം. 17-18 വണ്ടി, 7 സീറ്റർ തന്നെയാണ് കേട്ടോ. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇതിന് റേറ്റ് ചോദിക്കുന്നത് 12,25,000 രൂപ കേട്ടോ. ഇത് NOC റേറ്റിലാണ്. 12,25,000 രൂപ. ഒരു റീപ്ലേസ് ചെയ്യാതെ കമ്പനി റേസ്. 1,70,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ കേട്ടോ. G4. അതുപോലെ വീണ്ടും ഒരു MH രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 2017 മോഡലാണ് കേട്ടോ. 17 മോഡൽ, സിംഗിൾ ഓണർ, 1,70,000 കിലോമീറ്റർ ആണ് ഓടക്കണം കേട്ടോ. കമ്പനി റേസ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നത് 2017 വണ്ടി 14,50,000. ഇത് NOC റേറ്റ് അല്ല, നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുള്ള റേറ്റ് ആണ്. 14,50,000 കേട്ടോ. വണ്ടി നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. ടയറൊക്കെ കണ്ടോ, നല്ല വൃത്തിയിലാണ് വണ്ടി ഇരിക്കണേ. ഇത് ലോക്കാന്ന് നോക്കട്ടോ. 7 സീറ്റർ വെഹിക്കിളാണ്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വരാം. ഇതൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞേക്കണേ. ഇപ്പൊ അടുത്ത വണ്ടി 2019 മോഡൽ കേട്ടോ. സിംഗിൾ ഓണർ ആണ്. അതർ സ്റ്റേറ്റ് ആണ് കേട്ടോ വണ്ടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 1 കൺവേർട്ട് ചെയ്ത, ടൈപ്പ് 1 സ്കേർട്ടിങ് വെച്ചിട്ടുള്ള രീതിയാണ് കേട്ടോ. ഇത് നല്ല കംപ്ലീറ്റ് ആയിട്ട് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഇതും 7 സീറ്റർ വണ്ടിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ചെയ്തേക്കട്ടെ കേട്ടോ. നല്ല കുഞ്ഞു വണ്ടികൾ എന്ന് പറയുന്ന പോലെ ഇതാ. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം കേട്ടോ. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസില്. ഇതിൽ 16,25,000 കേട്ടോ അത് ചോദിക്കുന്നത്. 2019 മോഡൽ വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ മെയിൻ ആയിട്ട് കേട്ടോ ഒരുപാട് വണ്ടികളുണ്ട്. ഈ വണ്ടികൾ നിങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇന്നോവകളാണോ ക്രിസ്റ്റകളാണോ ഏത് വണ്ടി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വരാം, ഡയറക്റ്റ് വന്ന് സംസാരിക്കുക.
എല്ലാം നല്ല റേറ്റ് കുറവിലാണോ ഇവർ തരുന്നത്. അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കി തരും, അല്ലെങ്കിൽ ടാക്സിലേക്ക് ആക്കണമെങ്കിൽ ടാക്സി ആക്കി തരും. എല്ലാ രീതിയിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആക്കി തരും കേട്ടോ. അടുത്ത് വേറെ വണ്ടി വരിക്കുന്നത് 2018 വണ്ടിയാണ് കേട്ടോ. 4th ഓണറിൽ 1,20,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് ടൈപ്പ് 1 കേട്ടോ സ്കേറ്റിംഗ് ആയിട്ടേക്കണേ. അത് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1,80,000, ഇത് 18,50,000 കേട്ടോ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2018 G4 ക്രിസ്റ്റ. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വേറെ ഒരു ക്രിസ്റ്റ പരിചയപ്പെടാം, അതേപോലെ തന്നെ ഇത് മദർ സ്റ്റേറ്റ് വണ്ടികളാണ്. അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്നോവകൾ ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു HR രജിസ്ട്രേഷൻ പെജീറോ സ്പോർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു KL45 2016 സെക്കൻഡ് ഓണർ വണ്ടി എടുക്കുന്നുണ്ട്. 10.5 ലക്ഷമാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. അത് കറക്റ്റ് കേരള വണ്ടി തന്നെയാണ്. ഒരു ടാക്സി വണ്ടിയിലേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ടാക്സി വണ്ടിയുടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ KL64M 9211 9 ലക്ഷം പ്രൈസ് ആണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്. 1,20,000 കിലോമീറ്റർ 14-15 G4 ഇന്നോവ കേട്ടോ. ഇവിടെയും ഒരുപാട് ഒരു ടാക്സി വണ്ടി എടുക്കുന്നുണ്ട്. KL45Y 3077 9,50,000 ചോദിക്കുന്നത്. 2015 മോഡല് കേരള വണ്ടി. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു ഇന്നോവ എടുക്കുന്നുണ്ട്. 8,60,000 ചോദിക്കുന്നത്. 2 ലക്ഷത്തി കിലോമീറ്റർ ആണ് പറയണേ. 4th ഓണർ 2015 G4 കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ, അത് പുറത്തെ വണ്ടികൾ നല്ല റേറ്റ് കുറവില് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അടിപൊളി പ്ലേസ് കൂടിയാണ് കേട്ടോ ഇത്, ഞാൻ കണ്ടെടുത്തോളാം. അപ്പൊ ഇവിടേക്ക് ഡയറക്റ്റ് വരാം. ഇവിടെ ഒരുപാട് ക്രിസ്റ്റകൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് ചോദിക്കാതാ. ഒരു ഫോർച്യൂണർ, ഇത് കേരള വണ്ടിയാണ്. 2015 മോഡൽ 1,57,000 കിലോമീറ്റർ കേട്ടോ. 14,75,000 ആണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്. അതുപോലെ ഒരു പെജീറോ സ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1,10,000 ഓടിയേക്കണേ. 7 ലക്ഷമാണ് ചോദിക്കണേ. 2012 4x4 പെജീറോ സ്പോർട്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കട്ടോ, ഈ പറയുന്ന എല്ലാ റേറ്റും ഓൾ ടേബിൾ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് വന്ന് സംസാരിക്കുക കേട്ടോ. ഞാൻ കണ്ടെടുത്തോളം നല്ല റേറ്റിൽ വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും പക്കയാണ്. വണ്ടികൾ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കേട്ടോ. ഒരുപാട് ഇന്നോവകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിതെല്ലാം ഓരോന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വണ്ടിയുടെ വ്യത്യാസങ്ങൾ കാണിച്ചുതരാം. ഒരു 9 ലക്ഷമാണ് ഈ വണ്ടിക്ക് ചോദിക്കണേ. 14-15 വണ്ടിയാണ്. കമ്പനി സർവീസിൽ നോ റീപ്ലേസ്മെന്റ് കേട്ടോ. അത് കേരള വണ്ടിയാണ് എന്താണ് ചോദിക്കുന്നത്, അതും മനസ്സിലാക്കണം. ടാക്സിയിലാണെങ്കിൽ അതിലുണ്ട്, പ്രൈവറ്റിലാണെങ്കിൽ അതിലുണ്ട്. ഇനി ഒരു HR രജിസ്ട്രേഷൻ പെജീറോ, ഒരു ബ്രദർ എന്നോട് പെജീറോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെജീറോ അതർ സ്റ്റേറ്റ് പെജീറോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെജീറോ സ്പോർട്ടാണത് വണ്ടി. ഒരു അടിപൊളി ജിപ്സി എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ജിപ്സി. ഇത് 4x4 ആണെന്ന് തോന്നുന്നേ. സെക്കൻഡ്, അതെ 4x4 ആണ് കേട്ടോ. നോക്കി നിങ്ങൾ വണ്ടി വേറെ ലെവല് വണ്ടി അല്ലേ ചോദിക്കണേ. അപ്പൊ ജിപ്സി വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഡയറക്റ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇതാ ഒരു HR രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്നു. 500 ബെൻസ് എടുക്കുന്നു. കുറെ കുഞ്ഞു വണ്ടികളുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലായിട്ട് നിങ്ങൾ ഓടി പോകുന്നോട്ടെ. ഇവിടേക്ക് കൊടകരയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കൊടകര NH അധികം ഉള്ളിലോട്ടൊന്നും പോകേണ്ട, ആളൂർ പോണ റോഡാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയം കളയണ്ട. നമസ്കാരം. ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടുത്തെ നമ്മുടെ മോട്ടോ ഹബിന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടികളുമുള്ള ഡീറ്റെയിൽ ഉണ്ടല്ലേ കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഡീറ്റെയിൽ. അപ്പൊ നമുക്ക് ഏകദേശം നെഗോഷ്യബിൾ റേറ്റ് ആണോ അത്? നമുക്ക് ഓൺ ടേബിള് നമുക്ക് സംസാരിച്ച് ശരിയാക്കാം അല്ലെ? നമുക്ക് ലോണുകളൊക്കെ നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയുള്ള ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? നമുക്ക് NOC ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അവരുടെ പേരിലേക്ക് NOC എടുത്തൊരു ഓണർഷിപ്പ് കളയാണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളായിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വണ്ടി വില ഇപ്പൊ പറഞ്ഞില്ലേ, അതിലൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഒക്കെ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. നല്ല പേപ്പർ, ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ ലാൻഡ് ടാക്സിന്റെ കോപ്പി ഉണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വണ്ടി കൊണ്ടുപോകാം. ഫുൾ പേപ്പർ വാങ്ങലും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിൽ വണ്ടിയായിട്ട് കൊണ്ടുപോയിട്ട് പോകാം അല്ലെ? അപ്പൊ നമ്മുടെ കസ്റ്റമറിന് ഇപ്പൊ ഒരു എക്സ്ചേഞ്ച് അവരിൽ ചെറിയൊരു കാർ ഉണ്ട്. അപ്പൊ നമുക്കൊരു എക്സ്ചേഞ്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഏത് വണ്ടികളിലും നമ്മൾ എടുക്കും. ഏത് വണ്ടികളും നമ്മൾ എടുക്കും. അത്യാവശ്യം മാർക്കറ്റിൽ മൂവ്മെന്റുള്ള എല്ലാ വണ്ടികളും നമ്മൾ എടുക്കാം. മാന്യമായ വില കൊടുക്കും ചെയ്യാം. ഞാൻ കണ്ടെടുത്തോളം അത്യാവശ്യം നല്ല ഒരു പ്രൈസ് ലിസ്റ്റ് ആണത്. നമ്മുടെ ഈ ഒരു തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി ഉള്ള റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. ഒരുവിധം ഫുൾ ഗ്യാരണ്ടി കമ്പനി സർവീസ് ഇഷ്ടമുള്ള വണ്ടികൾ, കിലോമീറ്റർ പോലും തിരികെ ഇതിന്റെ ആളാണ് ഇവിടുത്തെയാണല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ വരണേ. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടുത്തെ കൊടകര ലൊക്കേഷൻ അത് ആളൂര് പോണ റോഡ് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ തന്നെ മോട്ടോർ ഹബ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്പർ ഒന്ന് ജസ്റ്റ് പറഞ്ഞൊരു വയസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ട്. 8714 8898 202
202 സ്ക്രീനിലും പോകുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ഒന്ന് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവർക്ക് ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ കുറെ വണ്ടിയിൽ ബ്ലോക്ക് ആയ കാരണം ജസ്റ്റ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടികളുടെയും കാറ്റലോഗ്, എല്ലാ വണ്ടികളുടെയും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം മോട്ടോ ഹബ് പേജ് സെർച്ച് ചെയ്താൽ മതി. ഈ മോട്ടോ ഹബ് എന്ന് പേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.